ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെ സപ്താഹമാണ്. ഇന്നവിടെ കുജലഗതിയാണ്. അപ്പോൾ എൻ്റെ ചിറ്റർ മോളാണ്, അതായത് എൻ്റെ അനിയത്തിയാണ് കൃഷ്ണനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ അവൾ ഒരുങ്ങുന്നതും അവൾ അഭിനയിക്കുന്നതായിട്ടൊക്കെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ബാ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. തലേന്നേ അമ്മുമ്മ വന്നിട്ടുണ്ടായിരുന്നു. ചിറ്റപ്പനാണ് ഞങ്ങളെ ഇപ്പം വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിലെത്തി. ഞാൻ കുറച്ച് താമസിച്ചു പോയായിരുന്നു. അപ്പോൾ ചിറ്റപ്പിള്ളേരെ ഒരുക്കാൻ തുടങ്ങിയായിരുന്നു. പകുതി ഒരുക്കി കഴിഞ്ഞായിരുന്നു അവരെ. ഞാൻ ചെന്നപ്പോൾ പകുതി ഒരുക്കി നിർത്തിയത് കൊണ്ട് എനിക്ക് വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. മുടി മാത്രം കെട്ടിക്കൊടുത്താൽ മതിയായിരുന്നു. രണ്ടുപേരെയും കൂടെ ഒരുക്കാൻ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് എന്നെയും കൂടെ വിളിച്ചത്. കൃഷ്ണനെ ഒരുക്കാൻ ചിറ്റയ്ക്ക് ഹെൽപ്പും കാര്യങ്ങളൊന്നും വേണ്ട. ബിക്കോസ് ചിറ്റ അതിൽ പ്രോ ആണ്. കുഞ്ഞിലേ തൊട്ടേ അവളെ ഒരുക്കി ചിറ്റ ഇപ്പം അതിൽ എക്സ്പേർട്ടാണ്. ഇവരെ രണ്ടുപേരും ഒരുക്കുന്ന കണ്ടിട്ട് നിലമയ്ക്ക് ഒരു ആഗ്രഹം ഒന്ന് ഒരുങ്ങിയാലോ എന്ന്. അതുകൊണ്ട് ഇടയ്ക്ക് ചെന്നിട്ട് കുറച്ച് ഫൗണ്ടേഷൻ ഇടും, പിന്നെ ബ്ലഷ് ഇടും, പൊട്ട് ഓടാൻ പറയും, അലത്ത ഇടും, എല്ലാം ചെയ്യുമായിരുന്നു അവിടെ നിന്ന്. എൻ്റെ ഇഡലി എങ്ങനെ ഉണ്ടാകും? ഇവിടുത്തെ ഇഡലി കടല നല്ല സൂപ്പറായിരുന്നു. പേടിയായിരുന്നു പിന്നെ ഇഡലിയും കടലക്കറിയായിരുന്നു. ഒരുങ്ങി അവസാനം രുക്മിണിക്ക് ഉറക്കം വന്നു. കൊണ്ടിട്ടില്ലല്ലോ. ഇറങ്ങുവാ. ആ, ഞാൻ വന്നു. ആ, ഇറങ്ങട്ടെ? ആയോ? അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങുവാണ്. അമ്പലത്തിലേക്ക് പോവാണ്. കുചേലൻ അമ്പലത്തിന്റെ അടുത്തുള്ള വീട്ടിലാണ് ഒരുങ്ങിയത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിന് ഒരുങ്ങിയിരിക്കുമായിരുന്നു. ചെന്ന ഉടനെ തന്നെ പിള്ളേരെ എണ്ണയും കാല് തൊട്ട് തൊഴുതു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി. അപ്പൊ അവിടെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ സദ്യയിലെ പോയി ഇരുന്നു കുറച്ചു നേരം. ആ സമയത്താണ് ഇങ്ങനൊരു സംഭവം. രുക്മിണിയുടെ ഇറങ്ങി സുമംഗല എന്നൊരു നാമം പറഞ്ഞപ്പോൾ തന്നെ ദേവന്മാർക്ക് മനസ്സിലായി ഭഗവാന്റെ മനസ്സ് കലുഷിതമാണെന്ന് ഭാഷ പറഞ്ഞു. അവർ ഉടനെ തന്നെ മൊബൈൽ എടുത്തു, ഗൂഗിൾ എടുത്തു, സെർച്ച് ചെയ്തു, അടിച്ചു സുമംഗല അടിച്ചു കൊടുത്തപ്പോൾ ഇഷ്ടംപോലെ സുമംഗല. പക്ഷെ ഭഗവാന്റെ മനസ്സ് ഉടക്കിയ സുമംഗലയാണ് അവരുടനെ കണ്ടുപിടിച്ചു. അതെവിടാ? സുദാമാപുരിയിൽ സുദാമാവിന്റെ പത്നി സുമംഗല. അവരവിടുന്ന് മറഞ്ഞു. അവര് നിമിഷ നേരം പോലും എടുത്തില്ല. പ്രത്യക്ഷപ്പെട്ടത് സുദാമാവിന്റെ ഈ പൊളിഞ്ഞു കിടക്കുന്ന വീട്ടിൽ. സുമംഗല കണ്ണടച്ചു വരികയാണ്. പകുതി മയക്കത്തിൽ വന്നപ്പോഴാണ് പെട്ടെന്ന് ഫ്ലഡ് ലൈറ്റ് ഓൺ ചെയ്ത പോലെ ഒരു പ്രകാശം തന്റെ മുറിക്കകത്ത്. അങ്ങനെ പിള്ളേരെ രണ്ടുപേരെയും വീട്ടിലേക്ക് ക്ഷണിച്ചു. അവർ രണ്ടുപേരും അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഭാഗവതത്തിലെ കുചലഗതി വായിക്കാൻ തുടങ്ങി. അപ്പോൾ പിള്ളേർ അഭിനയിക്കാനും തുടങ്ങി.
വിശന്നുകരൈ കിടാവിന്റെ ഭാരവശം കണ്ടൊരുകുന്നു മാനസം നല്ല വസന കരകാഭരണങ്ങൾ എല്ലാമേ കാമിക്കുമല്ലോ തരുണിമാർ എന്നിവ ഒന്നിലുമില്ല എനിക്കാഗ്രഹം ഉണ്ണുവാനില്ല ഒടുക്കുവാനില്ലെന്നാലും കണ്ടാതെ കൃഷ്ണ ദൂരം ഏറെ നടന്നു ദൂരം ഏറെ നടന്നു കൃഷ്ണ കാഴ്ച കാത്തു സൂക്ഷിക്കുമേ ഓർമ്മകളും കാഴ്ച പൊതിയും കാലം കാത്തു സൂക്ഷിക്കുമേ ഓർമ്മകളും ഈരക്കുടയും വടിയുമായി നിപ്പുരം തേടി വരും കുചേല ഈരക്കുടയും വടിയുമായി നിപ്പുരം തേടി വരും കുചേല ദൂരം ഏറെ നടന്നു കുചേല കൃഷ്ണ ദ്വാരകയിലെ സ്വർണ്ണ താമര പോരാ സിംഹാസനത്തിൽ സോപാനകാര തീരതഴുകും സ്വർണ്ണ താമര പോരാ ചാരയിടത്ത് ദേവിയുമായി ശ്യാമളവന്ദനത്തേരി ചാരയിടത്ത് ദേവിയുമായി ശ്യാമളവന്ദനത്തേരി ദൂരം ഏറെ നടന്നു കൃഷ്ണ
കമ്രവിതം ഒന്നു കാണുവാൻ കണ്ടെന്ന് കൺകൊള്ളുക. കാരുണ്യമൂർത്തിതൻ കമ്രവിതം ഒന്ന് കാണുവാൻ കണ്ടെന്ന് കൺകൊള്ളുക. ജീവിതം ചെയ്തു ചെയ്ത് ഏറ്റിയ ദുഃഖത്തിൽ പാടവൻ കാണിക്കുക. ജീവിതം ചെയ്തു ചെയ്ത് ഏറിയ ദുഃഖത്തിൽ പാടവൻ കാണിക്കുക. പാദങ്ങൾ തേടുകേ ഏറെ നടന്നു കുജേലൻ. കൊടുക്കുവാനില്ലെന്നാലും കണ്ണാവിൻ ചിന്തയല്ല ഒന്നുമില്ല. കണ്ണുനീർ പോലും എനിക്കില്ല കണ്ണാ, വെണ്ണയായി നിനത്തിന്നു നൽകിയിടുവാൻ. കണ്ണുനീർ പോലും എനിക്കില്ല കണ്ണാ, വെണ്ണയായി നിനത്തിന്നു നൽകിയിടുവാൻ. വെണ്ണയായി നിനത്തിന്നു നൽകിയിടുവാൻ. എന്തിനാണിത്രയും കൃഷ്ണ പരീക്ഷണം? ാലും കണ്ണാവിൻ ചിന്തയല്ല ഒന്നുമില്ല. കണ്ണുനീർ പോലും എനിക്കില്ല കണ്ണാ, വെണ്ണയാ. മാധവ മന്ദിരം സ്വർണമയം പത്തിഗൃഹം നല്ല മതിലുകൾ നല്ല ദ്വാരങ്ങളും നല്ല ആർമണികൾ ഗൃഹങ്ങൾ പല കണ്ടു. ചെന്നു കുചേലൻ ഒരു ഗൃഹം പൊക്കിതു മന്ദിരമങ്ങതു രുക്മിണി തന്നെ. അപ്പോൾ മുകുന്ദനും വിപ്രവന്യം തന്നെ ഉൾപ്രേമമോട് കണ്ട ഏറ്റവും സസംഭ്രമം ചെന്നു പാണിയും കൈക്കൊണ്ടു നിന്നു മുഖം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവരും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ രാമ ഹരേ. എല്ലാവരും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ.
സഖസംഗീന രോമാഞ്ച പ്രാണിപതി മുകുന്ദനും വിപ്രേന്ദ്രപാദങ്ങൾ നന്നായി കഴുകി പാദങ്ങൾ നന്നായി കഴുകി ആ തീർത്ഥം ശിരസിംഗൽ പിന്നെയും ശിരസിംഗൽ പിന്നെയും പിന്നെയും ആരണേന്ദ്രന്റെ കരം പിടിച്ചടിച്ച് അൻപോട് എത്രയും ബുദ്ധിമാൻ ഉത്തമ സപ്തമന മേ സഖാവ ഭവാനിക ഇഷ്ടാനുരൂപയായിരുന്ന ഭക്തിയെ നൽകുക നീ ഇപ്പോഴേ ആയൊരു മൂലം ഏറ്റം മൽഭക്തർനായുള്ളവർ നൽകുന്നതൊക്കെയും അപ്പോഴേ ഞാൻ ഭുജിച്ചിടുമറിയണം. നല്ല ഫലജലം, നല്ല കുസുമം, നല്ല സൽഭക്തരായുള്ളവർ നൽകുകയും നല്ലവണ്ണം ഇഷ്ടമായി വരും. നല്ല ഫലം, ജലം, നല്ല കുസുമങ്ങൾ, നല്ല സൽഭക്തരായുള്ളവർ നൽകുകയും നല്ലവണ്ണം ഇഷ്ടമായി വരും. ഇങ്ങടോ അല്ലാതെ ഭക്തിഹീനന്മാർ ത്രിലോകാദി സത്വരവും നൽകിലും ബോധിക്കയില്ല പിന്നെ പുലർന്ന സമയം ഗുരുവരൻ തന്നെ കാരുണ്യമോട് നമ്മെ തിരഞ്ഞെത്തിപ്പിടിച്ച് പുണർന്നത് ഓർത്തുകാൺക. അന്ന് ഗുരു അരുൾ ചെയ്തു, നിങ്ങൾക്ക് ഇന്നു വന്നു സമസ്ത ഗുണങ്ങൾ എന്നുള്ളതും നാനാ ഗുണകീർത്തി വിദ്യാസമസ്തവും നന്നായി പരിപൂർണമായി വരുമെന്നതും ധൈര്യം വിട്ടുറങ്ങിടാതെ അപ്പോൾ വനചരജാതികളാൽ നമുക്ക് ഉത്പന്നമായ മാധവൻ അങ്ങ് അവൻ നിർമ്മലമായുള്ള അവൻ കണ്ടപൂരമായി നിർമ്മായമേറ്റവും തൃപ്തനായ എന്ന് പറഞ്ഞ് ജഗന്മയൻ ഈശ്വരൻ തങ്ങളുടെ കയ്യാൽ ഒരു മുക്തിവാരി എന്ന് ഏറ്റവും ആനന്ദേന തിന്നു. സേവാഫലപ്രദൻ മാധവൻ നൽകുന്നു. അർത്ഥത്തിനായിട്ട് വന്നു ഞാനായതും അർത്ഥത്തിനായിട്ട് വന്നു ഞാനായതും അർത്ഥിക്കയില്ലാതെ അങ്ങനെ പരിപാടി ഇവിടെ കഴിഞ്ഞു. നല്ല അടിപൊളി പരിപാടിയാണ്. പിള്ളേർ രണ്ടുപേരും നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചു. പരിപാടിക്ക് ശേഷം എല്ലാവരും കൃഷ്ണന് ദക്ഷിണ കൊടുത്ത് കാല തൊട്ടു തൊഴുവാണ്. മറ്റേ ഭാഗത്ത് കുചേലിനും ദക്ഷിണ കൊടുത്ത് അവൽക്കിഴി മേടിക്കുവാണ് എല്ലാവരും. അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. എല്ലാം അഴിച്ചു മാറ്റുവാണ്.
പുള്ളി പക്ഷെ എങ്ങോട്ടായിരുന്നു പെർഫോമൻസ്? വേറെ ആൾക്കാരുടെ വീഡിയോ ഉണ്ട്. തന്റെ ബാക്കിൽ നിന്ന് ആരൊക്കെയോ ഉണ്ട്. എന്റെ ബാക്കിൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ നല്ലൊരു വീഡിയോ ഇല്ല. എന്റെ കയ്യിൽ അത്യാവശ്യം വീഡിയോ ആണ്, പക്ഷെ എനിക്ക് അവലിന്റെ ആയിരുന്നു വീഡിയോ വേണ്ടത്. എന്റെ ബാക്കിൽ നിന്ന് ആരെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു? തന്റെ ബാക്കിൽ ഒരു വെളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പച്ച അത് നിന്റെ ബാക്കിൽ ഇരുന്നേ. ഒരു പച്ച ചുരിദാറ് അല്ലേ? നമ്മുടെ അച്ഛന്റെ ഫോൺ എന്ത് ചെയ്യുന്നറിയോ? എല്ലാം അഴിച്ചു മാറ്റി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ വീണ്ടും അമ്പലത്തിൽ പോയി അന്നദാനം കഴിക്കാനായിട്ട്. അങ്ങനെ അമ്മയും ഞാനും നീലും കൂടെ വീട്ടിലേക്ക് വിട്ടു. സമയം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞത് കൊണ്ട് നീലു ഉറങ്ങിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.